നമ്മുടെ കോളിഫ്ലവർ മുട്ടയൊക്കെ വെച്ചുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ കോളിഫ്ലവർ പറിച്ച് ഒരു ചെറിയ തോരൻ ഉണ്ടാക്കിയല്ലോ. തോരൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്കിന്ന് തോരൻ ഉണ്ടാക്കാം. അപ്പം നമുക്കിത് പറിച്ചെടുത്തിട്ട് തോരനുണ്ടാക്കാം. കഴിഞ്ഞു. അപ്പം അതിൻ്റെ ചെറിയൊരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ. നമ്മുടെ സ്വന്തം ആയതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കളയാനായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്രയല്ല. നമ്മളതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുവാണ്. തിളപ്പിച്ചെടുത്തിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാനായിട്ട്. ഇതൊക്കെ നമ്മൾ കോരിയെടുത്തു കണ്ടോ. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഇതിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. തോരൻ വെക്കുവാണ്, ആദ്യമാണ് വെക്കുന്നത്. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്, നല്ലതാണല്ലേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മളപ്പോൾ ഇത് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ട്. ഒരു മുളക് എന്ന് പറഞ്ഞാൽ വലിയൊരു മുളക്, നമ്മുടെ വെജ് മുളകിൻ്റെ മുളകാണ്. അതാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കറിയിലേക്ക് പോവാം. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവോളയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തോരന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട, ചിലപ്പോൾ 3 ഒഴിക്കത്തില്ല, 2 ഒഴിക്കുള്ളൂ. എന്നാലും നമുക്ക് മുട്ടയും കൂടെ ചേർക്കാം കേട്ടോ. 3 മുട്ടയും കൂടെ എടുക്കുന്നുണ്ട്. ഇത്രയും മുളക് പൊടി നിങ്ങൾക്ക് കാണാമല്ലോ. ഇത്ര മുളക് പൊടി നമ്മളിടുവാണ്. ടേസ്റ്റിന് വേണ്ടി മാത്രം മീറ്റ് മസാലപ്പൊടി ഇത്രയും കണ്ടോ, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് ഇത് ചെയ്താൽ നമുക്ക് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട ഒഴിച്ചു കൊടുത്തു. രണ്ട് മുട്ട ഒഴിച്ചു. നമുക്കിനി ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കോളിഫ്ലവർ നമ്മുടെ തോരൻ സക്സസ് ആകുമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എല്ലാം ഇങ്ങനെ ചെയ്തല്ലേ ഓരോന്നെ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇനി നമ്മുടെ തേങ്ങ ഒതുക്കിയതും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ 2 മുട്ട ഒഴിച്ചുള്ളൂ കേട്ടോ. 2 മുട്ട ഒഴിച്ചപ്പോൾ തന്നെ ഓവറായെന്ന് തോന്നി. അതുകൊണ്ടാണ് പിന്നെ മുട്ട ഒഴിക്കാഞ്ഞത്. അപ്പം നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാതിരിക്കത്തില്ല, കാണിച്ചു തരാം. അപ്പം നമ്മുടെ തോരൻ ഒന്ന് റെഡി ആയിക്കോട്ടെ കേട്ടോ. കണ്ടോ, നമ്മൾ
നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ചേർത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് വെള്ളത്തിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ചു. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. നമ്മുടെ ബെജിമുളക് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതേക്കൂട്ട് ഒരു മുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇതെല്ലാം കൂടെ കടുക് താളിച്ചിട്ടതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതൊന്ന് ചെറുതായിട്ട് റെഡിയായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് റെഡി ആയപ്പോൾ നമ്മുടെ തോരൻ അടിപൊളിയായി കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് നോക്കുന്നേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ തോരനൊക്കെ സൂപ്പറായിട്ടുണ്ട്, നോക്കിയേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ബൈ.